ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തവർക്ക് മാസ്ക് വെച്ച് പുറത്തിറങ്ങാമെന്നുമാണ് നിർദ്ദേശം. നഗരത്തിലെ മാലിന്യ നീക്കത്തിന് താൽക്കാലിക നടപടി തുടങ്ങാൻ കൊച്ചി കോർപ്പറേഷന് നിർദ്ദേശം നൽകി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുക കൊച്ചി നഗരത്തിലേക്ക് കൂടി വ്യാപിച്ച സാഹചര്യത്തിലാണ് വ്യവസായ മന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ പുറത്തിറങ്ങരുത്. മറ്റുള്ളവർക്ക് മാസ്ക് ധരിച്ച് പുറത്തിറങ്ങാം. ബ്രഹ്മപുരത്ത് 2 ഓക്സിജൻ പാർലറുകൾ സജ്ജീകരിച്ചതായും മന്ത്രി. ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ ക്രമീകരണങ്ങൾ ജില്ലയിലെ പ്രധാന ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രി 100 ബെഡ് ഇതിനായി പ്രത്യേകം വേർതിരിച്ചിട്ടുണ്ട്. GH എറണാകുളത്ത് 100 ബെഡ് വേർതിരിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറ താലൂക്ക് ഹോസ്പിറ്റലിൽ 20 ബെഡ് വേർതിരിച്ചിട്ടുണ്ട്. നഗരത്തിലെ മാലിന്യ നീക്കത്തിന് താൽക്കാലിക നടപടി തുടങ്ങാൻ യോഗം നിർദ്ദേശം നൽകി. വീടുകളിൽ നിന്നുള്ള മാലിന്യം മറ്റെവിടെയെങ്കിലും ശേഖരിക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോകാൻ നീക്കം നടത്തും. പഞ്ചായത്ത് അധികാരപരിധിയിലാണ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. അതിനാൽ ബ്രഹ്മപുരത്ത് ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടുന്നതിന് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു. തീപിടുത്തത്തിൽ അട്ടിമറിയുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കട്ടെ എന്നും ഏതന്വേഷണത്തിനും തയ്യാറാണെന്നും പി രാജീവ് പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുമ്പോഴും വിഷപ്പുക ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന ആശങ്കയാണ് ജനങ്ങളിൽ. ഈ സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങൾക്ക് ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, അസാധാരണമായ ഒരു സ്ഥിതിവിശേഷമാണ് കൊച്ചിയിൽ ഇപ്പോഴുള്ളത്. ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീ അണയ്ക്കാൻ കഴിയുന്നുണ്ട്. ബ്രഹ്മപുരത്തെ തീ അത് നിയന്ത്രണ വിധേയമാക്കാൻ പൂർണ്ണമായും തന്നെ ആ ഒരു പരിശ്രമത്തിൽ അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. എന്തായാലും വിവിധ സേനാ വിഭാഗങ്ങൾ അഗ്നിശമന സേനയ്ക്കൊപ്പം തന്നെയും നാവിക സേന കൂടി ഒപ്പം ചേർന്നതോട് കുറച്ചുകൂടി ഊർജിതമായിട്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒപ്പം ജില്ലാ ഭരണകൂടം, കൊച്ചിൻ കോർപ്പറേഷൻ, സംസ്ഥാന സർക്കാർ തന്നെ ഇതെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീയണയ്ക്കുക എന്നത് ഒപ്പം അത് പൂർണ്ണതയിലേക്ക് വരുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പുക ഉയരുന്നതാണ്. അത് അത്രയും ടോക്സിക്കായ ഒരു അന്തരീക്ഷം, അത്രയും ഈ മാലിന്യങ്ങൾ, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം എരിഞ്ഞ് അത് മണ്ണിന് വരെ തീപിടിക്കുന്ന ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ ഈ JCB കൊണ്ടുവന്ന ഈ വലിയ ഹിറ്റാച്ചി പോലുള്ള ഉപകരണങ്ങൾ കൊണ്ടുവന്ന ഈ മൺകൂനകൾ ഓരോന്ന് ഇളക്കി മറിച്ച് പിന്നീട് അത് നനച്ച് ആ രീതിയിൽ വലിയ പ്രവർത്തനമാണ് നടന്നുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ മാത്രമേ ഇപ്പോൾ ഉയരുന്ന ഈ പുകച്ചുരുളുകൾ അതിന് ഒരു അറുതി വരുത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ വലിയ രീതിയിൽ അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഇപ്പോൾ സമീപ പഞ്ചായത്തുകൾക്കെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കിഴക്കമ്പലം, അതോടൊപ്പം തന്നെ കുന്നത്തുനാട്, വടവുകോട്, പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഒപ്പം തന്നെയും തൃക്കാക്കര, അതോടൊപ്പം തന്നെ മരട്, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റികൾക്കും കൊച്ചിൻ കോർപ്പറേഷനിലെ പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ ചെറിയ വിദ്യാലയങ്ങൾ, കിൻഡർ ഗാർഡൻ തുടങ്ങിയ അങ്കണവാടികൾ തുടങ്ങിയ വിദ്യാലയങ്ങൾക്ക് മുഴുവനായും, അതോടൊപ്പം മറ്റ് ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകൾക്ക് വരെ പൂർണ്ണമായും തന്നെ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ജാഗ്രതയോടുകൂടി ഒരു ദിവസം കൂടി മുന്നോട്ട് കൊണ്ടുപോകുക. പ്രത്യേകിച്ച് ഈ വലിയ രീതിയിൽ പുക ഉയരുന്നത് വലിയ കടുത്ത ആശങ്ക ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് രാവിലെ മുതൽ തുടങ്ങുന്ന ഈ ആ പുക അത് ശ്വസിക്കുന്ന ഒരു അവസ്ഥ, അത് മറ്റിടങ്ങൾ ഒരു അവസാനമില്ലാതെ തന്നെ പിന്നെയും ഉച്ചവരെ അത് നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രഹ്മപുരത്ത് തീ പിടിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടരാതെ നോക്കുകയും ഒപ്പം അത് പൂർണ്ണമായും കെടുത്തുകയും ചെയ്യുന്ന ഭഗീരഥ പ്രയത്നം ഇന്നത്തോടുകൂടി പൂർണ്ണമാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം മറ്റൊരു വിഷയം നഗരത്തിൻ്റെതായി ഉയർന്നു വരുന്നത് കൊച്ചിയിലെ മാലിന്യ നീക്കം പൂർണ്ണമായി തന്നെ നിലച്ചിരിക്കുകയാണ്. അത് നമുക്കറിയാം. കാരണം എവിടേക്കും കൊണ്ടുപോകാൻ കഴിയാത്തവരുടെ ഒരു പ്ലാൻ B എന്നുള്ളത് നേരത്തെ തന്നെയും ഈ വിഷയത്തിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈ 110 ഏക്കറോളം വരുന്ന വിശാലതയുടെ മുഴുവൻ സൗകര്യങ്ങൾ ഉപയോഗിച്ച് അവിടെ ഡംപ് ചെയ്യുന്ന ഒരു രീതി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ സ്ഥലത്തേക്ക് ഇപ്പോൾ അങ്ങോട്ട് അടുക്കാൻ പോലും
പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ നഗരത്തിൽ പലയിടത്തായിട്ട് ഈ മാലിന്യങ്ങൾ കുന്നുകൂടുന്ന അവസ്ഥ, വീടുകളിൽ നീക്കം ചെയ്യുന്നത് എങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ ഇന്ന് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു വലിയ രീതിയിൽ വലിയ പ്രദേശത്ത് മാലിന്യങ്ങൾ അത്തരമൊരു തീ എല്ലാം തന്നെ അണയ്ക്കാൻ സാധിച്ചുകൊണ്ട് മറുഭാഗത്ത് ഇത് ബാധിക്കാതിരുന്നൊരു വശത്തേക്ക് വീണ്ടും മാലിന്യങ്ങൾ ഡംപ് ചെയ്യുക എന്ന രീതിയിലേക്ക് വന്നു. അതനുസരിച്ച് മാലിന്യം നിറച്ച ലോറികൾ അവിടേക്ക് എത്തിയപ്പോൾ പരിസരവാസികൾ തടഞ്ഞു. കാരണം ഇത് തീ ഇപ്പോഴും ഉയരുന്നുണ്ട് എന്ന് അവർ പറയുന്നു. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുക, ഈ പുക ഉയരുന്നത് അത് ഇല്ലാതാക്കുക, അത്തരം കാര്യങ്ങളിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരവസ്ഥ അത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷം മാത്രമേ ഇവിടേക്ക് ഇനി മാലിന്യ വണ്ടികളുമായി വരാൻ പറ്റുകയുള്ളൂ എന്ന്. ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ, ഈ ആധുനികമായ ഇത്തരം ഈ വലിയ മാലിന്യ കൂമ്പാരങ്ങൾക്ക് തീപിടിക്കുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഡൽഹിയിലുമൊക്കെ പലതവണ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം മാലിന്യങ്ങൾക്ക് തീ പിടിച്ചാൽ ഉണ്ടാകുന്നത് അണയ്ക്കാൻ വേണ്ടിയുള്ള ശാസ്ത്രീയമായ സംവിധാനങ്ങൾ, അത്തരം സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ ഇല്ലേ? കിരൺ, ഇതിൽ പലയിടത്തും ഈ മാലിന്യങ്ങൾ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ടാകുന്ന മാലിന്യങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നു. പക്ഷേ ഇതിനെല്ലാം തന്നെ സംസ്കരിക്കാനും അതിൻ്റേതായ രീതികൾ എല്ലായിടത്തും അനുവർത്തിക്കുന്നുണ്ട്. ഇവിടെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കൊച്ചി നഗരസഭയിൽ അത് ഉണ്ടായിട്ടില്ല. കാലങ്ങളോളമായിട്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ 110 ഏക്കറിൻ്റെ വിശാലത ഉപയോഗിച്ച് ഡംപ് ചെയ്തു പോവുക, അവിടെ കെട്ടിക്കിടക്കുന്ന ലെഗസി വേസ്റ്റ് എന്ന് പറയുന്നത്, അതായത് കെട്ടിക്കിടക്കുന്ന മാലിന്യം, അത് ഏതാണ്ട് 4.5 ലക്ഷം ഘനയടി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളിൽ ഒരു തീർപ്പും ഉണ്ടാകാതെ അത് അവിടെ തന്നെ സ്റ്റോക്ക് ആവുകയും ഒപ്പം പുതുതായി കൊണ്ടുവരുന്നത് മാത്രമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ രീതിയിൽ സംസ്കരണത്തിന് കഴിയുന്ന രീതിയിലേക്ക് ഉപയോഗിക്കാൻ കഴിയുക. ഈ ലെഗസി വേസ്റ്റ് സംസ്കരിക്കണമെങ്കിൽ വലിയ രീതിയിലുള്ള പ്രയത്നങ്ങൾ വേണ്ടിവരും. അതിന് വലിയ പ്ലാൻ അടക്കം തയ്യാറാക്കി മുന്നോട്ട് പോകുമ്പോൾ പല സാങ്കേതിക കാരണങ്ങൾ അല്ലെങ്കിൽ കരാറിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ നേരിടുന്നുണ്ട്. ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു പുതിയ അല്ലെങ്കിൽ അത്തരമൊരു രാഷ്ട്രീയത്തിനപ്പുറമുള്ളൊരു വിശാല വീക്ഷണത്തിലേക്ക് നീങ്ങുക, സംസ്ഥാന സർക്കാർ അടക്കം ഇതിനൊരു നേർവഴി കൊടുക്കുക എന്നതല്ലാതെ ഈ വിഷയത്തിലേക്ക് ശാശ്വതമായ ഒരു പരിഹാരം യഥാർത്ഥത്തിൽ ഡാനി പറയുന്നതനുസരിച്ചാണെങ്കിൽ അവിടെ പണ്ട് മുതലേ കെട്ടിക്കിടന്ന മാലിന്യമെല്ലാം അവിടെ തന്നെ കെട്ടിക്കിടക്കുകയാണ്. ഇപ്പോൾ പുതുതായി വരുന്ന മാലിന്യത്തിൽ മാത്രമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ഈ സംസ്കരണം നടക്കുന്നത്. ഈ കാലാകാലങ്ങൾ ഭരിച്ച നഗരസഭയെല്ലാം അതിന് ഉത്തരവാദികളായി നിൽപ്പുണ്ടല്ലേ? 100% ഒരു സംശയവും വേണ്ട. കാലാകാലങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും തന്നെ ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇത്തരമൊരു ലെഗസി വേസ്റ്റ് അത് എന്ത് ചെയ്യുമെന്നത് അത് അവിടേക്ക് ചെല്ലുമ്പോൾ, കാരണം ഈ 110 ഏക്കറിൽ 70 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഇത് വലിയ കൂനകളായിട്ട് ഇത് അവശേഷിക്കുകയാണ്. പലപ്പോഴും ഈ ഫയർ എഞ്ചിൻ സംവിധാനങ്ങൾ, അഗ്നിരക്ഷാ സംവിധാനങ്ങൾ അവിടേക്ക് എത്താൻ പോലും കഴിയുന്നില്ല. കഴിഞ്ഞ തവണ ഫയർ ഉണ്ടാകുമ്പോൾ അവർ പ്രത്യേകം നിർദ്ദേശിച്ചത് ഇത് പ്രത്യേക ബ്ലോക്കുകളാക്കി മാറ്റുകയും അതിൻ്റെ ഇടയിലൂടെ ഫൈറ്റിംഗ് സംവിധാനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുക. ഒപ്പം ഹൈഡ്രൻ പൈപ്പുകൾ, അതായത് വെള്ളം ഇടയ്ക്ക് പമ്പ് ചെയ്യാൻ സാധിക്കാവുന്ന രീതിയിലേക്ക് പുറത്തേക്ക് വന്നു നിൽക്കുന്ന പൈപ്പുകൾ അവയ്ക്ക് മോട്ടറുകൾ സ്ഥാപിക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തീ ഉണ്ടാകുന്നിടത്ത് അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് ഏത് ഭാഗത്താണോ തീ രൂപപ്പെട്ടത് അവിടെ കൃത്യമായി വെള്ളം നനയ്ക്കാൻ, അത് നിരീക്ഷിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടായെങ്കിൽ അത് നനച്ച് തുടക്കത്തിൽ തന്നെ കെടുത്താൻ കഴിയും. ഒപ്പം അവിടെ ക്യാമറകൾ സ്ഥാപിക്കുക, അവിടെ ഒരു കൺട്രോൾ റൂം തുടങ്ങുക, ഒപ്പം അഗ്നി സംവിധാനത്തിൻ്റെ ഒരു ചെറിയ യൂണിറ്റ് അവിടെ സ്ഥാപിക്കുക. ഇതെല്ലാം ഉണ്ടായിരുന്ന നിർദ്ദേശങ്ങളാണ്. ഒരു പരിധിവരെയെങ്കിലും അത് പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോയതാണ്. പക്ഷേ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് പരമദയനീയമായ കാഴ്ചയാണ് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കിയത്. കാരണം ഇങ്ങനെയൊരു സംവിധാനം മാത്രമുള്ളിടത്ത് ഇതിനും വലിയ തീപിടുത്തങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാമെന്ന് തന്നെ അവർ പറയുന്നു. കാരണം ഒരു കരുതലുമില്ലാതെ അവിടെ മാലിന്യങ്ങൾ വലിച്ചിടുക, അവിടേക്ക് ഇതുപോലെ തീ പടരുമ്പോൾ പിന്നീട് കടന്നു ചെല്ലാൻ പോലും പറ്റാൻ കഴിയാത്തൊരവസ്ഥ. നനച്ച് ഇവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വഴി ആദ്യം JCB ഉപയോഗിച്ച് മാലിന്യങ്ങൾ വൃത്തിയാക്കിയാൽ മാത്രമേ ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങൾക്ക് അതിൽ കടന്നു പോകാൻ പോലും കഴിയുകയുള്ളൂ. ആ രീതിയിലുള്ളൊരു അവസ്ഥയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വളരെ കാലോചിതമായ രീതിയിൽ തന്നെ ഈ ആധുനിക കാലഘട്ടത്തിന് ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പദ്ധതികൾ ഉണ്ടാകുമ്പോൾ അത് ഈ മാലിന്യ നിർമ്മാർജ്ജന കാര്യത്തിലും ഉണ്ടാകും. ആരുടെയും മാലിന്യങ്ങൾ ഒരു വിശാലതയിലേക്ക് കൊണ്ട് തള്ളിയതുകൊണ്ട് മാത്രം അത് അവസാനിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഇതുപോലുള്ള ദുരിതങ്ങൾ ഇതെല്ലാം ആവർത്തിക്കപ്പെടും. വീണ്ടും പുകച്ചുരുളുകൾ ഉയരും. ഇതുപോലെ കൊച്ചി പലതവണ കണ്ണെരിഞ്ഞും ചുമച്ചുമെല്ലാം തന്നെ നഗരവാസികൾ ഇതുപോലെ തന്നെ നടക്കും. ഈ പുകച്ചുരുളുകൾ അവസാനിക്കാൻ ഇനിയും ദിവസങ്ങൾ എടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും
തീ കെടുത്താനുള്ള ഊർജിത ശ്രമങ്ങൾ ഉണ്ടാകുന്നു. വളരെ അടിയന്തരമായി ജില്ലാ ഭരണകൂടവും സർക്കാരും എല്ലാം തന്നെ ഇതിൽ ഇടപെട്ടു എന്നതും തന്നെ ആശ്വാസകരം തന്നെയാണ്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഈ പുണ്ണിനുമേൽ പെയിന്റ് അടിച്ചു വെക്കുന്നത് പോലെയുള്ള പരിപാടിയാണ് കൊച്ചിയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരുന്നത്. കൊച്ചിയിൽ കാലങ്ങളായുള്ള വേസ്റ്റ് എല്ലാം അവിടെ കൂട്ടിയിട്ടിട്ട് ഇപ്പോൾ പുതുതായി വന്ന വേസ്റ്റ് മാത്രം സംസ്കരിക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അതിന് തീ പിടിച്ചിരിക്കുന്നു. എന്തായാലും അത് തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവിടെ തുടരുകയാണ്. ഇതിനിടയിലാണ് വീണ്ടും രാഷ്ട്രീയ വിവാദത്തിലേക്ക് ഇപ്പോഴത്തെ മേയറും മുൻ മേയറും എല്ലാം പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇപ്പോഴത്തെ മേയറും മുൻ മേയറും അടക്കം ഭരണ സംവിധാനങ്ങൾക്കെല്ലാം കഴിഞ്ഞ കുറേ കാലമായി കൊച്ചിയിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അവർ ആരും വേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നതുകൂടിയാണ്. കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ തീപിടുത്തത്തിൽ ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്നാണ് കൊച്ചി മേയർ എം അനിൽകുമാർ പറയുന്നത്. പരസ്പരം പഴിചാരാനുള്ള സമയമല്ല ഇത്. അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തണം. കരാർ കമ്പനിക്ക് അനാവശ്യ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടില്ലെന്നും മേയർ ന്യൂസ് 18 സ്പെഷ്യൽ ഡിബേറ്റിൽ പറഞ്ഞു. ഈ സമയം ഇങ്ങനെ പരസ്പരം പഴിചാരാനുള്ള സമയമല്ല എന്ന് ഞാൻ ഇന്നലെ പോലും ചാനലുകളിൽ പറഞ്ഞതുകൊണ്ടാണ്. ഏത് അന്വേഷണത്തെയും നേരിടാൻ ഞാൻ തയ്യാറാണ്. ഏത് അന്വേഷണവും നടക്കട്ടെ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ വരുമ്പോൾ എനിക്ക് ലഭ്യമായ കാര്യങ്ങൾ ഞാൻ കൊടുത്തോളാം, കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കട്ടെ. എനിക്ക് ഒരു കാര്യത്തിൽ സംശയമില്ല, ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടണം, സുതാര്യമാകണം. ഫണ്ട് അനാവശ്യമായി ചെലവഴിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അട്ടിമറിക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണം. ബയോമൈനിങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന കമ്പനിക്ക് ആ കമ്പനിക്ക് തെറ്റുകളുണ്ടെങ്കിൽ തെറ്റുകൾ കുറച്ചുണ്ട്, ഞങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും കോർപ്പറേഷൻ സഹകരിക്കും. യോഗ്യതയില്ലാത്ത കമ്പനിയാണ് ബയോ മൈനിങ് നടത്താൻ നിയമിച്ചതെന്ന് മുൻ മേയർ ടോണി ചെമ്മണി ആരോപിച്ചു. കമ്പനിയെ നിയമിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമുണ്ട്. വൈക്കം വിശ്വന്റെ മകളുടെ ഭർത്താവിന്റെ കമ്പനിക്കാണ് കരാർ നൽകിയത്. അന്വേഷണത്തിന് മുമ്പേ തെളിവ് നശിപ്പിച്ചെന്നും ന്യൂസ് 18 സൺഡേ ഡിബേറ്റിൽ മുൻ മേയർ കുറ്റപ്പെടുത്തി. ഇവിടെ വന്നിട്ടുള്ളത് CPM-ന്റെ സമുന്നതനായ നേതാവ് വൈക്കം വിശ്വന്റെ മകളുടെ ഭർത്താവ് രാജ്കുമാർ ചെല്ലപ്പൻ്റെ കമ്പനിയാണ്. അവർക്ക് 8.5 കോടി രൂപ തിരുനെൽവേലി കോർപ്പറേഷനിൽ സയന്റിഫിക് ക്ലോഷർ എന്ന വേറൊരു മെത്തേഡുണ്ട്. അതുപ്രകാരം മാലിന്യ സംസ്കരണം നടത്തിയ സർട്ടിഫിക്കറ്റാണ്. അവർക്ക് ബയോമൈനിങ്ങിൽ മുൻപരിചയമില്ല. ഈ ടെൻഡർ വ്യവസ്ഥകളുടെ യോഗ്യതയായ മിനിമം 10 കോടി എന്ന വ്യവസ്ഥ അവർ പാലിച്ചിട്ടില്ല. പക്ഷേ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ഇങ്ങനെ പ്രമുഖനായ നേതാവിൻ്റെ മരുമകൻ എന്ന നിലയിൽ CPM-ന്റെ താല്പര്യം അവർക്ക് വഴിവിട്ട് കരാർ കൊടുത്തു. ഇപ്പോൾ 1.5 വർഷക്കാലമായി ആ കമ്പനിയുമായി കരാർ വെച്ചിട്ട് 9 മാസമായിരുന്നു കരാർ പീരീഡ്. അത് കഴിഞ്ഞപ്പോൾ 4-5 മാസമായി. ഈ കാലയളവിനുള്ളിൽ ശാസ്ത്രീയമായി ചെയ്തിരുന്നെങ്കിൽ അവിടുത്തെ മാലിന്യ സംസ്കരണം ഏതാണ്ട് 90% പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്നു. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നീക്കം നീളുകയാണ്. ലാഹോറിലെ വസതിയിൽ പോലീസ് എത്തിയെങ്കിലും ഇമ്രാനെ അറസ്റ്റ് ചെയ്യാനായിട്ടില്ല. ഇമ്രാന്റെ വസതിയിൽ ഇല്ലെന്നായിരുന്നു പോലീസിന്റെ പ്രതികരണം. എന്നാൽ തൊട്ടുപിന്നാലെ വസതിക്ക് മുന്നിൽ തടിച്ചുകൂടിയ പാർട്ടി പ്രവർത്തകരെ ഇമ്രാൻഖാൻ അഭിസംബോധന ചെയ്തു. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും ആർക്കു മുന്നിലും തലകുനിക്കില്ലെന്നും ഇമ്രാൻ പറഞ്ഞു. പാകിസ്ഥാന്റെ പതിവ് നാടകവും രീതികളിലേക്കൊക്കെ നീങ്ങുകയാണ്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ എത്തിയിരിക്കുന്നു. പോലീസ് എത്തിയെങ്കിലും പോലീസിനെ തടയാനായി നൂറുകണക്കിന് ഇമ്രാന്റെ പ്രവർത്തകരും ഉണ്ടായിരുന്നു. ഇമ്രാൻഖാൻ ഈ അറസ്റ്റിനെ കുറിച്ച് പാർട്ടി പ്രവർത്തകരോട് പ്രതികരിക്കുന്ന വാക്കുകൾ കേൾക്കാം. आज जो पाकिस्तान का बदतरीन वक्त है, माशरत डूब गई है, तनख्वाहदार और गरीब पाकिस्तान की तारीख की सबसे ज्यादा महंगाई में पिस गया है. जिन लोगों ने इस मुल्क के ऊपर मुसल्लत होकर इसको तबाह किया है, उनके पैसे बाहर पड़े हुए हैं. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും സരുൺ എ ജോസ് ആണ് ചേരുന്നത്. സരുൺ, ഏത് കേസിലാണ് ഇപ്പോൾ ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീങ്ങുന്നത്? കിരൺ, 2 ആഴ്ച മുമ്പ് ഇമ്രാൻഖാനെതിരെ ഉണ്ടായിരുന്ന 4 കേസുകളിൽ 3 കേസുകളിൽ ഇമ്രാൻഖാന് ജാമ്യം ലഭിച്ചിരുന്നു. അതിൽ തോഷഖാന എന്ന കേസിലാണ് ഇപ്പോൾ ഇമ്രാൻഖാന്റെ അറസ്റ്റ് നടപടികളുമായി പോലീസ് നീങ്ങുന്നത്. തോഷഖാന കേസ് എന്ന് പറഞ്ഞാൽ ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിന് വിവിധ ഇടങ്ങളിൽ നിന്ന് ലഭിച്ച സമ്മാനങ്ങളും അതുപോലെ തന്നെ മറ്റു വസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്ന ഇടം. ഇവിടെ നിന്ന് ഈ സമ്മാനങ്ങളും മറ്റും ഇമ്രാൻഖാൻ വിറ്റു എന്ന കേസാണ് ഇപ്പോൾ ഈ കേസിലാണ് ഇപ്പോൾ ഇമ്രാൻഖാൻ അറസ്റ്റ് നടപടികൾ നേരിടുന്നത്. ഇന്ന് ഇസ്ലാമാബാദ് പോലീസ് ലാഹോറിൽ സമൻ പാർക്കിൽ
ഇമ്രാൻഖാന്റെ വസതിയിലെത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അറസ്റ്റ് നടപടികൾ ഇപ്പോഴും നീണ്ടുപോവുകയാണ്. ഇമ്രാൻഖാന് പിന്തുണയുമായി 100 കണക്കിന് പാർട്ടി പ്രവർത്തകരാണ് ഇമ്രാൻഖാന്റെ വസതിക്ക് ചുറ്റും തടിച്ചുകൂടിയത്. ഇമ്രാൻഖാന്റെ വസതിക്ക് അകത്ത് കടന്ന പോലീസ് പിന്നീട് വിശദീകരിച്ചത് ഇമ്രാൻഖാൻ ഇവിടെ ഇല്ലെന്നായിരുന്നു. അങ്ങനെ പോലീസ് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഇമ്രാൻഖാൻ തന്റെ വസതിക്ക് പുറത്ത് കൂടിയ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. പ്രധാനമായും ഷഹബാസ് ഷെരീഫ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു ഇമ്രാൻഖാന്റെ പ്രസംഗം. തൊട്ട് മുമ്പ് നമ്മൾ കേട്ടതുപോലെ ഈ ഇമ്രാൻഖാന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അതായത് ഷഹബാസ് ഷെരീഫും ആസിഫ് അലി സർദാരിയും ഇരു കുടുംബങ്ങളും രാജ്യത്തെ കൊള്ളയടിക്കുകയാണ്, രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ പുറം ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. നവാസ് ഷെരീഫിന്റെ മകൾ മറിയം ഷെരീഫ, ഇവരുടെ പേര് പനാമ പേപ്പറിൽ ഉൾപ്പെട്ടതാണ്. നവാസ് ഷെരീഫ് അങ്ങനെയാണ് രാജിവെച്ചത്. ഈ രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കാനാണ് ഷഹബാസ് ഷെരീഫിന്റെയും അതുപോലെ തന്നെ മറ്റ് പാക് ഭരണാധികാരികളുടെയും ശ്രമമെന്നായിരുന്നു ഇമ്രാൻഖാൻ പറഞ്ഞത്. വസീറാബാദിൽ വെച്ച് ഈ ഇമ്രാൻഖാന്റെ റാലിക്ക് ഇടെ അദ്ദേഹത്തിന് വെടിയേറ്റിരുന്നു. ഇതിനുശേഷം ആദ്യമായാണ് ഒരു പൊതുപരിപാടിയിൽ ഇമ്രാൻഖാൻ സംസാരിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും ഇപ്പോഴും പ്രവർത്തകർ ഇമ്രാൻഖാന്റെ വസതിക്ക് ചുറ്റും ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇസ്ലാമാബാദ് പോലീസ് പൂർണ്ണമായും അവിടെ നിന്ന് മാറാൻ തയ്യാറായിട്ടില്ല. നേരത്തെ പോലീസ് എത്തിയപ്പോൾ പറഞ്ഞത് ഇമ്രാൻഖാനെ പിടികൂടിയതിന് ശേഷം മാത്രമേ മടങ്ങുകയുള്ളൂ, വെറും കൈയോടെ മടങ്ങുകയില്ല എന്നായിരുന്നു നേരത്തെ പോലീസ് അറിയിച്ചെങ്കിലും ഇപ്പോൾ ഇമ്രാൻഖാൻ സ്ഥലത്തില്ല എന്ന വിശദീകരണവുമായി പോലീസ് പോകുകയാണ്. ഇതേ സമയം തന്നെയാണ് ഇമ്രാൻഖാൻ അവിടെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. കഴിഞ്ഞ 1 വർഷമായി ഇപ്പോൾ ഈ ഇമ്രാൻഖാൻ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് ഏറെ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലായിരുന്നു കഴിഞ്ഞ മാർച്ചിൽ ഇമ്രാൻഖാൻ ഈ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഇറങ്ങിയത്. ഇപ്പോഴും പാകിസ്ഥാനിൽ ഈ രാഷ്ട്രീയ നാടകങ്ങൾ തുടരുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ കാഴ്ചയാണ് ഇന്നത്തെ ഇമ്രാൻഖാന്റെ അറസ്റ്റ് നീക്കം. കിരൺ. ശരി, സരുണ ജോസാണ് പാകിസ്ഥാനിലെ വിശേഷങ്ങൾ പങ്കുവച്ചത്. ഇനിയൊരു ചെറിയ ഇടവേളയിലേക്ക്. ചെങ്ങന്നൂരിലെ CPM പ്രവർത്തകരുടെ കൂട്ടരാജിയിലേക്ക് നയിച്ച ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ SDPI ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ പുറത്തുവന്നിട്ടുണ്ട്. SDPI നേതാവും LC സെക്രട്ടറിയും തുല്യ പങ്കാളിത്തത്തിൽ തുടങ്ങിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മന്ത്രി സജി ചെറിയാനും ആലപ്പുഴയിലെ ഉന്നത CPM നേതാക്കളും ചേർന്നാണ്. നേതാക്കന്മാരും SDPI നേതാവ് ഷീദ് മുഹമ്മദും ഒന്നിച്ചുള്ള ദൃശ്യങ്ങൾ News 18 കിട്ടി. അതേസമയം തനിക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം ഇല്ലെന്നാണ് LC സെക്രട്ടറിയുടെ വാദം. ഇപ്പോൾ രാജി കൊടുത്തെന്ന് പറയുന്നതിലുള്ള ആൾക്കാർ ഇപ്പോൾ ഞങ്ങളുടെ മെമ്പർഷിപ്പ് സ്കൂട്ടിനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം രാജി കൊടുത്തതിന് ശേഷം അവരിൽ പലരും സ്കൂട്ടിനി കമ്മിറ്റിയിൽ പങ്കെടുത്ത് മെമ്പർഷിപ്പ് പുതുക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ പേരിൽ അങ്ങനെ ഒരു സ്ഥാപനം ഇല്ല. നിങ്ങൾക്ക് അതിന്റെ രേഖകളെല്ലാം പരിശോധിക്കാം. തനിക്ക് വിവാദങ്ങൾക്ക് കാരണമായ കേട്ടൗൺ കഫേ എന്ന സ്ഥാപനത്തിൽ യാതൊരു പങ്കാളിത്തവുമില്ലെന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ വാദം പൂർണ്ണമായും പൊളിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. സംരംഭത്തിന്റെ ഉദ്ഘാടന ദിവസം ഷീദ് മുഹമ്മദ് തന്നെ ക്ഷണിച്ചിട്ടാണ് മന്ത്രി സജി ചെറിയാൻ, മുൻ MLA R രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗം MH റഷീദ്, ചെങ്ങന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ശശികുമാർ എന്നീ പാർട്ടി നേതാക്കന്മാർ കേട്ടൗൺ കഫേയിൽ എത്തുന്നത്. സ്ഥാപനത്തിന്മേലുള്ള SDPI നേതാവ് അഷാദിന്റെ പങ്കാളിത്തം മറച്ചുവെച്ചുകൊണ്ടായിരുന്നു പാർട്ടി നേതാക്കന്മാർക്കുള്ള ക്ഷണം. സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ LC സെക്രട്ടറി ഷീദ് മുഹമ്മദിനും മന്ത്രിക്കുമൊപ്പം SDPI നേതാവ് അഷാദിനെയും കാണാം. ചെങ്ങന്നൂരിലെ CPM പ്രവർത്തകരുടെ കൂട്ടരാജിയിലേക്ക് നയിച്ച ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ SDPI ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ. SDPI നേതാവും LC സെക്രട്ടറിയും തുല്യ പങ്കാളിത്തത്തിൽ തുടങ്ങിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മന്ത്രി സജി ചെറിയാനും ആലപ്പുഴയിലെ ഉന്നത CPM നേതാക്കളും ചേർന്നാണ്. നേതാക്കളും SDPI നേതാവ് ഷീദ് മുഹമ്മദും ഒന്നിച്ചുള്ള ദൃശ്യങ്ങളും News 18 ലഭിച്ചു. അതേസമയം തനിക്ക് ഇങ്ങനെ ഒരു സംരംഭം ഇല്ലെന്നാണ് LC സെക്രട്ടറിയുടെ വാദം. ഇപ്പോൾ രാജി കൊടുത്തെന്ന് പറയുന്നതിലുള്ള ആൾക്കാർ ഇപ്പോൾ ഞങ്ങളുടെ മെമ്പർഷിപ്പ് സ്കൂട്ടിനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം രാജി കൊടുത്തതിന് ശേഷം അവരിൽ പലരും സ്കൂട്ടിനി കമ്മിറ്റിയിൽ പങ്കെടുത്ത് മെമ്പർഷിപ്പ് പുതുക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ പേരിൽ അങ്ങനെ ഒരു സ്ഥാപനം ഇല്ല. നിങ്ങൾക്ക് അതിന്റെ രേഖകളെല്ലാം പരിശോധിക്കാം. തനിക്ക് വിവാദങ്ങൾക്ക് കാരണമായ കേട്ടൗൺ കഫേ എന്ന സ്ഥാപനത്തിൽ യാതൊരു പങ്കാളിത്തവുമില്ലെന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ വാദം പൂർണ്ണമായും പൊളിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. സംരംഭത്തിന്റെ ഉദ്ഘാടന ദിവസം ഷീദ് മുഹമ്മദ് തന്നെ ക്ഷണിച്ചിട്ടാണ് മന്ത്രി സജി ചെറിയാൻ, മുൻ MLA R രാജേഷ്,
ജില്ലാ കമ്മിറ്റി അംഗം MH റഷീദ്, ചെങ്ങന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ശശികുമാർ എന്നീ പാർട്ടി നേതാക്കന്മാർ കേട്ടോൺ കഫേയിൽ എത്തുന്നത്. സ്ഥാപനത്തിന്മേലുള്ള SDPI നേതാവ് അഷാദിന്റെ പങ്കാളിത്തം മറച്ചുവെച്ചുകൊണ്ടായിരുന്നു പാർട്ടി നേതാക്കന്മാർക്കുള്ള ക്ഷണം. സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ LC സെക്രട്ടറി ഷീദ് മുഹമ്മദിനും മന്ത്രിക്കുമൊപ്പം SDPI നേതാവ് അഷാദിനെയും കാണാം. SDPI നേതാവ് അഷാദ് തിരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചതിൽ CPM പുറത്താക്കിയ അസീം വലിയ വീട്ടിൽ, വിശാൽ വധക്കേസ് പ്രതി ആഷിഖ് എന്നിവർക്ക് കേട്ടോൺ കഫേയിൽ പങ്കാളിത്തമുള്ളതായി പാർട്ടി കണ്ടെത്തുന്നത് പിന്നീടാണ്. CPM പ്രവർത്തകരിൽ നിന്നും നിരവധി പരാതികൾ ഉയർന്നതോടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷീദ് മുഹമ്മദ് തന്നെ തന്റെ പങ്കാളിത്തം പാർട്ടിക്ക് മുന്നിൽ സ്ഥിരീകരിച്ചു. വിഷയത്തിൽ പാർട്ടി നേതൃത്വം മറ്റു നടപടികളിലേക്ക് നീങ്ങുന്നതിൽ വിമുഖത കാട്ടിയതാണ് കൂട്ടരാജിയിലേക്ക് നയിച്ചത്. പാർട്ടി പ്രവർത്തകർക്ക് SDPI CPM പരസ്യ കച്ചവടത്തിലുണ്ടായ അവമതിപ്പും അതൃപ്തിയുമാണ് ചെങ്ങന്നൂരിലെ പാർട്ടി അംഗങ്ങളുടെ കൂട്ടരാജിയിലേക്ക് കൊണ്ടെത്തിച്ചത്. തന്റെ ആസ്തികളെ സംബന്ധിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പാർട്ടിക്ക് നൽകേണ്ട വിവരങ്ങൾ പോലും ഷീദ് മുഹമ്മദ് നൽകിയിട്ടില്ല എന്ന കാര്യം വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് വർഗശത്രുക്കളെന്ന് പാർട്ടി പറയുന്ന SDPI നേതാക്കന്മാർക്കൊപ്പം ആലപ്പുഴയിലെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് വേദി പങ്കിടേണ്ടി വന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കോഴിക്കോട്ടെ ആശുപത്രികളിൽ നാളെ ഡോക്ടർമാരുടെ സമരം. ഫാത്തിമ ആശുപത്രിയിലെ ഡോക്ടറെ കൂട്ടിരിപ്പുകാർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് IMAയുടെ പണിമുടക്ക്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് PK അശോകന് ഇന്നലെയാണ് മർദ്ദനമേറ്റത്. ആശുപത്രിയിൽ ചികിത്സ തേടിയ കുന്നമംഗലം സ്വദേശിയായ യുവതിയുടെ ബന്ധുക്കളാണ് ആക്രമണം നടത്തിയത്. ഗർഭസ്ഥ ശിശു മരിച്ചതിനു ശേഷവും യുവതിക്ക് ചികിത്സ വൈകിയെന്നു ആരോപിച്ചായിരുന്നു മർദ്ദനം. സംഭവത്തിൽ 6 പേർക്കെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് IMA തീരുമാനം. നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് നിസ്സഹകരണ സമരം. കാഷ്വാലിറ്റിയിലും ICUവിലും മാത്രം സേവനം തുടരും. 5 പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു. ഈ 5 പോലീസുകാരുടെ മുമ്പ് നിന്നാണ് ഈ ഒരു ആക്രമണം നടക്കുന്നത്. പോലീസുകാർ തന്നെ പറയുന്നുണ്ട് ഈ ഡോക്ടർ അവരില്ലായിരുന്നെങ്കിൽ ഡോക്ടറുടെ സ്ഥിതി വളരെ ശോചനീയമാവുന്ന പോലീസുകാരനെ പറയുന്നുണ്ട്. എന്നിട്ടും ഈ പ്രതികൾ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പോലീസ് നോക്കി നിൽക്കണം. എത്ര ലാഘവത്തോടു കൂടിയാണ് അവർ കാര്യങ്ങൾ നേരിടുന്നത് മനസ്സിലാവുന്നില്ല. കാരണം ഒരു ആരോഗ്യ പ്രവർത്തകന് ഒരു സ്വന്തം ആശുപത്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ അടി കിട്ടി പോലീസിന് മുമ്പിൽ നിന്ന് അടി കിട്ടിയ ശേഷം ഈ പോലീസിന് അറ്റ്ലീസ്റ്റ് അവരുടെ ഒരു മൊഴി അപ്പൊ ചോദിക്കുമ്പോൾ പറയുന്നത് കംപ്ലൈന്റ് വേണമെന്ന്. കംപ്ലൈന്റ് ആണോ അവിടെ അവരുടെ ദൃക്സാക്ഷികളാണ് അവിടെ നിയമപാലകർ ദൃക്സാക്ഷികളായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. ഗർഭസ്ഥ ശിശു മരിച്ച് ഒരാഴ്ച പിന്നിട്ടിട്ടും യുവതിക്ക് പനി മാറാത്ത സാഹചര്യത്തിൽ ബന്ധുക്കൾ ആശുപത്രി അധികൃതരുമായി വാക്കേറ്റമുണ്ടായി. ഇതിനു പിന്നാലെയാണ് ഡോക്ടർക്ക് മർദ്ദനമേറ്റത്. ന്യൂസ് 18 കോഴിക്കോട്. KSRTC സമരത്തിൽ CATUവിനെ ചർച്ചയ്ക്ക് വിളിച്ച് ഗതാഗത മന്ത്രി. നാളെ രാവിലെ 11 മണിക്കാണ് ചർച്ച. ശമ്പളം വൈകുന്നതിലും ഗഡുക്കളായി ശമ്പളം നൽകുന്നതിനെതിരെയും അനിശ്ചിതകാല സമരത്തിലാണ് CATU. അതിനിടെ ജീവനക്കാർക്ക് ആദ്യ ഗഡു ശമ്പളം ഇന്ന് വിതരണം ചെയ്തു. നന്ദകുമാറിന്റെ റിപ്പോർട്ട് കാണാം. തൊഴിലാളി യൂണിയനുകളുടെ എതിർപ്പ് മറികടന്നാണ് KSRTC മാനേജ്മെന്റ് ശമ്പളം ഗഡുക്കളായി വിതരണം ചെയ്യാൻ ആരംഭിച്ചത്. പകുതി ശമ്പളമാണ് ജീവനക്കാർക്ക് ആദ്യ ഗഡുവായി വിതരണം ചെയ്തത്. സർക്കാർ കഴിഞ്ഞ മാസം നൽകിയ ധനസഹായവും ഒപ്പം ബാങ്കിൽ നിന്നെടുത്ത ഓവർഡ്രാഫ്റ്റും ഉപയോഗിച്ചാണ് ശമ്പള വിതരണം നടത്തിയത്. രണ്ടാം ഗഡു നൽകണമെങ്കിൽ സർക്കാർ കനിയണമെന്ന് തന്നെയാണ് മാനേജ്മെന്റ് നിലപാട്. എന്നാൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തൊഴിലാളി യൂണിയനുകളുടെ തീരുമാനം. നാളെ ഇടതനുകൂല സംഘടനയായ CATU ചീഫ് ഓഫീസ് ഉപരോധിക്കും. രാവിലെ 10 മണിക്കാണ് ഉപരോധ സമരം. എന്നാൽ പ്രത്യക്ഷ സമരം തുടരുന്ന CATUവുമായി ഗതാഗത മന്ത്രി ആന്റണി രാജു ചർച്ച നടത്തും. രാവിലെ 11 മണിക്ക് മന്ത്രിയുടെ ചേംബറിൽ വെച്ചാണ് ചർച്ച. സമരം അവസാനിപ്പിക്കണമെന്നൊരാവശ്യം മന്ത്രി മുന്നോട്ട് വയ്ക്കും. എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് CATU ഉള്ളത്. തിരുവനന്തപുരത്ത് നിന്നും നന്ദകുമാർ, ന്യൂസ് 18. മറ്റു ചില പ്രധാന വാർത്തകളിലേക്ക്. ബ്രഹ്മപുരം തീപിടുത്തത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം കനക്കുകയാണ്. മാലിന്യ സംസ്കരണം നടത്താൻ യോഗ്യതയില്ലാത്ത കമ്പനിയെ നിയമിച്ചെന്ന് ടോണി ചെമ്മണിയുടെ ആരോപണം. ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്ന് M. അനിൽകുമാറും ഇപ്പോഴത്തെ മേയർ M. അനിൽകുമാറും പറഞ്ഞു. തീ അണയ്ക്കാൻ ശ്രമം ഇപ്പോഴും അവിടെ തുടരുകയാണ്. ജില്ലയിലെ വിവിധ മേഖലയിൽ സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ന്യൂയോർക്ക് ഡൽഹി വിമാനത്തിൽ അതിക്രമം. യാത്രക്കിടെ വിദ്യാർത്ഥി സഹയാത്രിക്കാരനുമേൽ മൂത്രമൊഴിച്ചു. ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള അമേരിക്കൻ എയർലൈൻസിലാണ് സംഭവം. മദ്യലഹരിയിൽ ഉറക്കത്തിലായിരുന്ന വിദ്യാർത്ഥി മൂത്രമൊഴിക്കുകയും അത് അടുത്ത സീറ്റിലുണ്ടായിരുന്നയാളുടെ ദേഹത്ത് ആകുകയുമായിരുന്നു. വിദ്യാർത്ഥി ക്ഷമാപണം നടത്തിയതിനെ തുടർന്ന് സഹയാത്രികർ ഔദ്യോഗികമായി പരാതി നൽകിയിരുന്നില്ല. എന്നാൽ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് വിമാന അധികൃതർ എയർ ട്രാഫിക് കൺട്രോളറെ വിവരം അറിയിക്കുകയായിരുന്നു. മേഘാലയ നാഗാലാൻഡ് മുഖ്യമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. മേഘാലയയിൽ കോൺറാഡ് സാഗ്മയും നാഗാലാൻഡിൽ നെഫ്യൂ റിയോയുമാണ് മുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുക. മേഘാലയയിൽ 32 MLAമാരുടെ പിന്തുണയുണ്ടെന്നാണ് കോൺറാഡ് സാഗ്മയുടെ അവകാശവാദം. സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുകയാവും കോൺറാഡിന് മുന്നിലുള്ള വെല്ലുവിളി. ത്രിപുരയിൽ ബുധനാഴ്ചയാണ് സത്യപ്രതിജ്ഞ. 3ഇടത്തെയും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. കാടിറങ്ങുന്ന വന്യത. ഇടുക്കിയിൽ വീണ്ടും പടയപ്പയുടെയും അരിക്കൊമ്പന്റെയും ആക്രമണം. മൂന്നാറിൽ KSRTC ബസിനു നേരെ പടയപ്പ ആക്രമണം നടത്തി. പൂപ്പാറയിൽ അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ വീട് തകർന്നു. കഴിഞ്ഞ രാത്രി 12 മണിയോടെയാണ് മൂന്നാർ നെയ്മക്കാടിന് സമീപത്ത് വച്ച് KSRTC സൂപ്പർഫാസ്റ്റിന് നേരെ പടയപ്പ പാഞ്ഞെടുത്തത്. ബസിന്റെ ഗ്ലാസ് ആന തകർത്തു. കഴിഞ്ഞ ദിവസം നെയ്മക്കാട്ടിൽ പച്ചക്കറി കൃഷിയും പടയപ്പ നശിപ്പിച്ചിരുന്നു. 2 മണിയോടെയാണ് പൂപ്പാറ തലക്കുളത്ത് അരിക്കൊമ്പന്റെ ആക്രമണമുണ്ടായത്. വീട് ഭാഗികമായി തകർത്തു. തലക്കുളം സ്വദേശി ബൊമ്മരാജിന്റെ വീടാണ് തകർന്നത്. 12:30ക്കാണ് ആന തലക്കുളം മേഖലയിൽ വന്നിട്ട് പൊമ്മരാജന്റെ വീട് അടിച്ചു തകർത്ത് ഒരു പരുവത്തിലെത്തിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇനി ഞങ്ങള് തലക്കുളം മേഖലയിൽ ആൾക്കാർ ജീവിക്കണമെങ്കിൽ സർക്കാർ എത്രയും പിടിയുന്ന ഈ ഒറ്റയാനെ അരിക്കൊമ്പനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള സംവിധാനം ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. நேற்று நைட்டு ஒரு 1 மணி அளவில் இங்கே வந்து கதவை உடைச்சி உள்ள பொருளெல்லாம் சாப்பிட்றதுக்காக உடைச்சிருச்சு. இப்போ ஆனை இந்த பக்கத்தில் தோட்டத்துக்குள்ளேயும் இருக்கு. ആക്രമണം നടന്ന സമയത്ത് വീട്ടിൽ ആൾക്കാർ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. നാട്ടുകാർ ബഹളം വെച്ചാണ് പ്രദേശത്ത് നിന്നും ആനയെ തുരത്തിയത്. 2 മാസത്തിനിടെ 15ലധികം വീടുകളാണ് ആനയുടെ ആക്രമണത്തിൽ ശാന്തൻപാറ, ചിന്നകനാൽ പഞ്ചായത്തുകളിലായി തകർന്നത്. 10 ദിവസത്തിലധികമായി മൂന്നാർ കടലാർ എസ്റ്റേറ്റ് മേഖലയിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിട്ട്. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിലെ ഡോക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ 2 പേർ കീഴടങ്ങി. കുന്നമംഗലം സ്വദേശികളായ സഹീർ ഫാസിൽ, മുഹമ്മദ് അലി എന്നിവരാണ് കീഴടങ്ങിയത്. കൂടുതൽ വിവരങ്ങളുമായി എസ് വിനേഷ് കുമാറാണ് ചേരുന്നത്. വിനേഷ്, എന്താണ് ഈ കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? കിരൺ, ഇന്നലെ വൈകിട്ടാണ് ഒരു സംഘം ആളുകൾ ആശുപത്രിയിലെ ഡോക്ടർ കാർഡിയോളജിസ്റ്റായ അശോകനെ മർദ്ദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണിപ്പോൾ 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇവർ കീഴടങ്ങിയതാണ്. കോഴിക്കോട് കുന്നമംഗലം സ്വദേശികളായ സഹീർ ഫാസിൽ, മുഹമ്മദ് അലി എന്നിവരാണ് കീഴടങ്ങിയത്. ഇവർ 2 പേരും ഈ യുവതിയുടെ, അതായത് ഇവിടെ പ്രസവത്തിനെത്തിയ യുവതിയുടെ ബന്ധുക്കളാണ്. ഈ യുവതി പ്രസവത്തിനെത്തിയതിന് പിന്നാലെ കുഞ്ഞ് മരിച്ചിരുന്നു. കുഞ്ഞ് മരിച്ച് 10 ദിവസം കഴിഞ്ഞിട്ടും ഇവരുടെ പനി മാറാത്തതിനെ ബന്ധുക്കൾ ചോദ്യം ചെയ്തെങ്കിലും ഈ ആശുപത്രി അധികൃതരിൽ നിന്ന് കൃത്യമായ ഒരു ഉത്തരം ലഭിച്ചില്ല. ഇതേ തുടർന്നുള്ള ഒരു വാക്കേറ്റമുണ്ടായി. തുടർന്ന് അവിടെ എത്തിയ കാർഡിയോളജിസ്റ്റിനെ ഒരു സംഘം ആളുകൾ ആക്രമിച്ചു എന്നാണ് പരാതി. 6 പേരാണ് ഇപ്പോൾ, കണ്ടാലറിയാവുന്ന 6 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതിലെ 2 പേരാണ് ഇപ്പോൾ കീഴടങ്ങിയിട്ടുള്ളത്. കിരൺ, ശരി. എസ് വിനേഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. നൽകാം ജീവിതം. സംസ്ഥാനത്ത് അവയവദാനം കാര്യമായി നടക്കുന്നില്ലെങ്കിലും അപേക്ഷകരിൽ നിന്ന് സർക്കാർ പിരിച്ചത് 1.25 കോടിയിലധികം തുകയാണ്. അവയവം ലഭിക്കാനായി മൃതസഞ്ജീവനി പദ്ധതിയിലേക്ക് രജിസ്ട്രേഷൻ ഫീസിനത്തിലാണ് ഇത്രയും വലിയ തുക പിരിച്ചെടുത്തത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെയാണെങ്കിൽ പോലും രജിസ്ട്രേഷൻ ഫീസിനത്തിൽ ഒരു ഇളവും നൽകുന്നുമില്ല. മൃതസഞ്ജീവനി പദ്ധതിയുടെ നടത്തിപ്പ് ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ഓർഗനൈസേഷനാണ്. അവയവം ലഭിക്കണമെങ്കിൽ രോഗികൾ ഇവിടെ രജിസ്റ്റർ ചെയ്യണം. വൃക്ക ലഭിക്കാൻ ഒരാൾ 2000 രൂപയും കരൾ, ഹൃദയം, പാൻക്രിയാസ്, ചെറുകുടൽ, ശ്വാസകോശം, കൈകൾ എന്നിവയ്ക്ക് 5000 രൂപയും രജിസ്ട്രേഷൻ ഇനത്തിൽ നൽകണം. മൃതസഞ്ജീവനി ആരംഭിച്ച് ഇതുവരെ 5042 പേർ രജിസ്റ്റർ ചെയ്തു.
2013 ജൂൺ മാസത്തിന് ശേഷമാണ് ഫീസ് ഈടാക്കി തുടങ്ങിയത്. ഈ ഇനത്തിൽ മാത്രം 1,28,57,000 രൂപ രോഗികളിൽ നിന്ന് പിരിച്ചെടുത്തു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പോലും ഒരു ഇളവുമില്ല. അവയവദാനം പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രചാരണങ്ങൾക്കും മരണാനന്തര അവയവദാതാക്കളുടെ പരിപാലനത്തിനുമാണ് ഇത്തരത്തിൽ രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കുന്നത് എന്നാണ് വിശദീകരണം. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും സംയുക്തമായാണ് തുക വിനിയോഗിക്കുന്നതിൽ തീരുമാനമെടുക്കുന്നതെന്നും ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നു. അവയവദാനം പ്രോത്സാഹിപ്പിക്കാൻ ബജറ്റുകളിൽ സർക്കാർ തുക വകയിരുത്താറുണ്ട്. ഒപ്പം കേന്ദ്ര ഫണ്ട് ലഭിക്കും. ഇവയൊന്നും കൂടാതെയാണ് പാവപ്പെട്ട രോഗികൾക്ക് പോലും ഇളവ് നൽകാതെ ആരോഗ്യവകുപ്പ് അവയവം കാത്തിരിക്കുന്നവരിൽ നിന്ന് പണപ്പിരിവ് നടത്തുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വിദേശ മലയാളികളെ ചേർത്ത് രൂപീകരിച്ച കമ്പനിക്ക് വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ സർക്കാർ ഭൂമി വിട്ടുകൊടുക്കുന്നതിൽ വിവാദം കത്തുന്നു. വസ്തുവിന്റെ കമ്പോള വില സർക്കാർ ഓഹരിയായി കണക്കാക്കി കമ്പനിക്ക് ഭൂമി സ്വതന്ത്ര ഇടപാടുകൾക്ക് വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിലാണ് വിവാദം. ഭൂമിക്ക് കമ്പോള വില നിശ്ചയിച്ചിട്ടില്ല എന്ന കമ്പനിയുടെ വാദത്തിനെതിരെ മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല രംഗത്തെത്തി. കാസർഗോഡ് തലപ്പാടിയിൽ GST വകുപ്പിന് കീഴിൽ 7.5 കോടി രൂപ വിലമതിക്കുന്ന 5 ഏക്കർ ഭൂമിയും ആലപ്പുഴ ചേർത്തലയിൽ സിൽക്ക്, ഓട്ടോകാസ്റ്റ് എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ 45 കോടി രൂപ വിലമതിക്കുന്ന 5 ഏക്കർ ഭൂമിയും ആദ്യഘട്ടമായി ഓവർസീസ് കേരള ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഹോൾഡിംഗ് ലിമിറ്റഡ് കമ്പനി എന്ന ഓക്കിലിന് വിട്ടുകൊടുക്കാനാണ് സർക്കാർ നടപടി ആരംഭിച്ചിരിക്കുന്നത്. റവന്യൂ, നിയമ, ധനവകുപ്പുകളുടെ ഭേദഗതികൾ മറികടന്ന് കരാർ തയ്യാറാക്കിയെന്നാണ് വിവരം. ഇടപാടിനെതിരെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. വസ്തുക്കളുടെ കമ്പോള വില നിശ്ചയിച്ചിട്ടില്ലെന്ന കമ്പനിയുടെ വാദം തെറ്റാണെന്ന് രമേശ് ചെന്നിത്തല പ്രസ്താവനയിൽ പറഞ്ഞു. കമ്പോള വില നിശ്ചയിച്ചു എന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിലെ മന്ത്രിസഭാ കുറിപ്പിലും ഇതേ മാസം പുറത്തുവന്ന ഉത്തരവിലും വ്യക്തമാണ്. സർക്കാരിനു കീഴിലെ കമ്പനിയാണ് ഓക്കിലെങ്കിൽ റെസ്റ്റ് സ്റ്റോപ്പ് പ്രൈവറ്റ് ലിമിറ്റഡും റിയൽ എസ്റ്റേറ്റ് ട്രസ്റ്റുമായുള്ള ഓക്കിലിന്റെ കരാർ എന്താണെന്ന് വ്യക്തമാക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലായി 30 ഇടങ്ങളിൽ 1000 കോടി രൂപ ചെലവഴിച്ച് വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കാനാണ് തീരുമാനം. യാത്രക്കാർക്കുള്ള വിശ്രമ കേന്ദ്രം, ഷോപ്പിംഗ് കേന്ദ്രം, ഫുഡ് കോർട്ട്, വർക്ക്ഷോപ്പ്, ശുചിമുറി തുടങ്ങിയവയാണ് ഉണ്ടാവുക. ചേർത്തലയിൽ പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള തീരുമാനം റദ്ദാക്കിയാണ് കമ്പനിക്ക് ഭൂമി വിട്ടുകൊടുക്കുന്നത്. ഭൂമി പണയപ്പെടുത്തുന്നതിന് കരാർ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിയെന്നും ആരോപണമുണ്ട്. പദ്ധതി പ്രകാരം ഭൂമി അന്യാധീനപ്പെടരുതെന്ന വ്യവസ്ഥ ഒഴിവാക്കിയതായാണ് ആരോപണം. ഓക്കിൽ മറ്റ് 2 കമ്പനികളുമായി ഉണ്ടാക്കിയ ധാരണാപത്രം പുറത്തുവിടണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ന്യൂസ് 18, തിരുവനന്തപുരം. പൊങ്കാലയ്ക്കൊരുങ്ങി ആറ്റുകാൽ. ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് തലസ്ഥാനം. മറ്റന്നാളാണ് ആറ്റുകാൽ പൊങ്കാല. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുക. പൊങ്കാലയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതായി ക്ഷേത്രം ട്രസ്റ്റും നഗരസഭയും. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉപയോഗിക്കുന്ന ചുടുകല്ല് ലൈഫ് പദ്ധതിക്ക് ഭവന നിർമ്മാണത്തിന് ഉപയോഗിക്കും. നഗരസഭ അല്ലാതെ മറ്റാരെങ്കിലും അനധികൃതമായി ചുടുകല്ല് ശേഖരിച്ചാൽ നടപടിയെടുക്കുമെന്നും മേയർ ആര്യ രാജേന്ദ്രൻ അറിയിച്ചു. തലസ്ഥാന നഗരിൽ കൂടുതൽ ശുചിമുറികൾ സജ്ജമാക്കുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ. മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും മേയർ അറിയിച്ചു. തലസ്ഥാനത്തെ പൊതുവിടങ്ങളിലും ശുചിമുറികളുടെ അഭാവവും ശോച്യാവസ്ഥയും ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ പ്രത്യേകിച്ചും സ്ത്രീകളാണ് വരുന്നത്. അവർക്ക് അത്യാവശ്യം ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടാക്കണം, ബാത്റൂമിൽ പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്നലെ നടത്തിയ യോഗത്തിന്റെ അടിസ്ഥാനമായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റുകാരും അതുപോലെ തന്നെ വ്യാപാര സമിതിയിലെ നേതാക്കളും ഒക്കെ പങ്കെടുക്കുന്ന യോഗത്തിനകത്ത് ഈ എല്ലാ കടകളും, നഗരത്തിലെ എല്ലാ കടകളും സ്ത്രീകൾക്കും അതുപോലെ തന്നെ പൊങ്കാലയ്ക്ക് എത്തിച്ചേരുന്ന കുട്ടികൾക്കും അടക്കമുള്ളവർക്ക് ബാത്റൂം സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം ഇന്ന് നേരത്തെ തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് കുത്തിയോട്ടം. കുത്തിയോട്ടത്തിന് മുന്നോടിയായി ഒരുപാട് ഒരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത്തരം ഒരു കാഴ്ച കാണാം. വ്രതം നോറ്റ് ചൂരൽ കുത്തി ആറ്റുകാൽ ദേവിയുടെ ദാസന്മാരാകണം. പൊങ്കാലയ്ക്ക് ശേഷം മണക്കാട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ എത്തി തിരിച്ചു മടങ്ങുന്നതുവരെ ദേവിക്ക് അകമ്പടിയാകണം. ദേവിയുടെ ദാസന്മാരായതുകൊണ്ട് തന്നെ പകിട്ടൊരൽപ്പം പോലും കുറയാൻ പാടില്ല.
മുത്തും മയിൽപീലിയുമൊക്കെ കിരീടത്തിന് അഴകേകുന്നുണ്ട്. ദിവസങ്ങൾ നീണ്ട പ്രയത്നമുണ്ട് ഈ കിരീടങ്ങൾക്ക് പിന്നിൽ. ഒരു മാസത്തെ പണിയാണ്. അത് 5 പീസാണ്. 1, 2, 3, 4, 5 പീസായിട്ട് നമ്മൾ ഒരു മാസം ഞങ്ങൾ 5 പേര് വീട്ടിൽ ഇരുന്ന് ഉണ്ടാക്കി. മെനങ്ങാന്ന് ഇവിടെ 1-ാം തീയതി മുതൽ ഇവിടെ ഇരുന്ന് 5-ാം തീയതി തൊട്ട് ഇതേമാതിരി പൂർണ്ണമായ സെറ്റാവും. 745 കിരീടം. ഇത് മാത്രമല്ല, ഇനി ഈ 745 പേരെയും ഈ കിരീടത്തോടെ മേക്കപ്പ് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് ഇറക്കുകയും വേണം. അതും അതിൻ്റെ ചുമതലയാണ് എനിക്ക്. ഞാൻ 27 വർഷം കൊണ്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ാകാൻ ബാലന്മാർ ഒരുങ്ങുമ്പോൾ കുത്തിയോട്ട ദിവസം അവർക്കണിയാനുള്ള കിരീടവും അതിന്റെ അവസാനവട്ട ഒരുക്കത്തിലാണ്. അരുൺ പാലോടിനൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം. ചില വാർത്തകൾ ചുരുക്കത്തിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 12-ന് തൃശൂരെത്തും. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഇത് അറിയിച്ചത്. ഇന്ന് നടക്കേണ്ട അമിത്ഷായുടെ തൃശൂർ സന്ദർശനമാണ് 12-ലേക്ക് മാറ്റിയത്. ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയെ വിയൂർ ജയിലിലേക്ക് മാറ്റി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് വിയൂരിലേക്ക് മാറ്റിയത്. കോട്ടയം തിരുവഞ്ചൂരിൽ യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് തിരുവഞ്ചൂർ വന്നല്ലൂർക്കര കോളനി സ്വദേശി ഷൈജു. പ്രദേശവാസികളായ ലാലു, സിബി എന്നിവർ കസ്റ്റഡിയിൽ. എറണാകുളം കുറുപ്പുംപടി മലമുറി ഭാഗത്ത് MC റോഡിൽ പുള്ളിമാനെ അപകടത്തിൽപ്പെട്ട് ചത്ത നിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെയാണ് സംഭവം. തൊട്ടടുത്തുള്ള മലയിൽ എത്തിയതാണെന്നാണ് സംശയം. കോതമംഗലം നേര്യമംഗലത്തിന് സമീപം KSRTC ബസ് മറിഞ്ഞ് യാത്രക്കാർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റവരെ കോതമംഗലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് ചന്തേരയിൽ ഓടിക്കൊണ്ടിരുന്ന ചരക്ക് തീവണ്ടിയുടെ ബോഗികൾ വേർപെട്ടു. മംഗലാപുരത്ത് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ചരക്ക് വണ്ടിയുടെ ബോഗികളാണ് വേർപെട്ടത്. സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ലൈഫ് എന്ന മുദ്രാവാക്യമുയർത്തി ലഹരിക്കെതിരെ കോട്ടയത്ത് മിനി മാരത്തോൺ നടന്നു. പുനർജനി എന്ന പേരിൽ സംഘടിപ്പിച്ച കൂട്ടയോട്ടത്തിൽ 100 കണക്കിന് വിദ്യാർത്ഥികളും യുവാക്കളും അണിനിരുന്നു. ചിന്മയ മിഷന്റെയും ചിന്മയ യുവ കേന്ദ്രയുടെയും ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. തിരുനക്കര ക്ഷേത്ര മൈതാനിയിൽ നിന്ന് ആരംഭിച്ച കോട്ടയം ചിന്മയ വിദ്യാലയത്തിൽ റാലി സമാപിച്ചു. ഇനി കായിക വാർത്തകൾ. വനിതാ IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തോൽവിയിലേക്ക്. 226 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന RCBക്ക് 8 വിക്കറ്റ് നഷ്ടമായി. ഡൽഹിക്ക് വേണ്ടി ഠാര നോറിസ് 4 വിക്കറ്റ് വീഴ്ത്തി. 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിലാണ് ഡൽഹി 223 റൺസ് എടുത്തത്. 84 റൺസ് എടുത്ത ഷെഫാലി വർമ്മയും 72 റൺസ് എടുത്ത ക്യാപ്റ്റൻ മക് ലാനിങ്ങുമാണ് ഡൽഹിക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത്. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.